വളരെ കൃത്യമായ ലക്ഷ്യത്തിലേക്ക് അമേരിക്ക നടന്നെടുക്കുകയാണ്. ഇനിയിപ്പോൾ ഇറാന്റെ പ്രതിരോധം അത് ഏത് തരത്തിലായിരിക്കും എന്നുള്ളത് കാത്തിരുന്നു കാണണം. ഗൾഫ് രാജ്യങ്ങളെയാണ് ഇറാൻ ലക്ഷ്യം വെക്കുന്നത്. പല എയർപോർട്ടുകളിലും സ്ഫോടനങ്ങൾ നടന്നു. സിറിയയിൽ ഇറാൻ ആക്രമിക്കുകയും 4ഓളം പേരെ കൊലപ്പെടുത്തുകയും മറ്റും ചെയ്തു. കൂടുതൽ ആക്രമണത്തിന് ഇറാൻ കോപ്പ് കൂട്ടുന്നുണ്ട് എന്നുള്ള വിവരം പുറത്തു വരുന്നുണ്ട്. പക്ഷേ അപ്പോഴും അതിൻ്റെ തലങ്ങൾ വളരെ പ്രധാനമാണ്. നമുക്കറിയാം 500 കിലോമീറ്റർ പരിധിയിൽ വരെ ആക്രമണശേഷിയുള്ള ഷഹാബ് മിസൈൽ വരെയുള്ള രാജ്യമാണ് ഇറാൻ എന്നതുകൂടി ഓർക്കണം. 200 കിലോമീറ്റർ വരെ ആക്രമിക്കാൻ ശേഷിയുള്ള നിരവധി ബാലിസ്റ്റിക് മിസൈലുകൾ ഇറാന്റെ സ്വന്തമായി ഉണ്ട്. ഇവ ഉപയോഗിച്ചാണ് ഗൾഫ് രാജ്യങ്ങളിലേക്ക് ഇറാൻ എത്തുന്നത് എന്നത് മനസ്സിലാക്കണം. അങ്ങനെ എല്ലാ തരത്തിലുമുള്ള സംവിധാനങ്ങൾ ഇറാനുണ്ട്. പക്ഷേ ആയുധങ്ങളുടെയൊക്കെ ശേഷി പരിമിതമാണ്. പൂർണ്ണമായും അത് ഉപയോഗിക്കാനുള്ള ശേഷിയില്ല. അതിൻ്റെ എണ്ണം വളരെ കുറവാണ്. പക്ഷേ നേരത്തെ പറഞ്ഞ പോലെ റഷ്യയുടെയും മറ്റും അത്യന്താധുനിക ആയുധങ്ങൾ പലതും ഇറാൻ്റെ കൈവശമുണ്ട് താനും. അതൊക്കെ ഏതൊക്കെ തരത്തിൽ ഉപയോഗപ്പെടുത്തുമെന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടി വരും. ഇനിയുള്ള മണിക്കൂറുകൾ നിർണായകമാണ്. അജയ്, സുധ, ബിജു തുടർന്നുണ്ട്. അജയ്, ഇറാൻ്റെ പ്രതിരോധം അത് ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഗൾഫ് രാജ്യങ്ങളെ ആക്രമിച്ചിരുന്നു. നേരത്തെ പറഞ്ഞ സിറിയയിൽ ആക്രമണം നടത്തി. പക്ഷേ അതിനപ്പുറമുള്ള ഒന്ന് അവർ ചിന്തിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും ഗൾഫ് മേഖലയിൽ ആക്രമണം വളരെ കടുത്ത രീതിയിൽ തന്നെ ഇറാൻ നടത്തുന്നുണ്ട്. പ്രധാനമായിട്ടും UAE കേന്ദ്രീകരിച്ചുള്ള ആക്രമണങ്ങളാണ്. UAE സംബന്ധിച്ച് നമുക്ക് ഇന്ത്യക്കാർക്ക് പ്രത്യേകിച്ചൊരു ആശങ്കയുണ്ട്. 20 ലക്ഷം ഇന്ത്യക്കാർ വസിക്കുന്ന ഒരു രാജ്യമാണ് UAE എന്ന് പറയുന്നത്. UAEയിലേക്ക് 137 മിസൈലുകളാണ് ഇറാൻ അയച്ചത്. ഇതിൽ പലതും നിർവീര്യമാക്കാൻ അവർക്ക് സാധിച്ചിരുന്നു. എന്നാലും UAEയിലുള്ള പല ജനവാസ മേഖലകൾ കേന്ദ്രീകരിച്ചാണ് ഇറാന്റെ ആക്രമണം എന്നുള്ളത് തീർച്ചയായിട്ടും ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യം തന്നെയാണ്. അതും ഇറാൻ ആക്രമണം നടത്തുന്നത് UAE അവരുടെ വികസനത്തിന്റെ പ്രതീകമായി ലോകത്തിന് മുന്നിൽ എടുത്തു കാട്ടിയിരുന്ന പല നിർണായകമായിട്ടുള്ള സ്ഥലങ്ങളും ആണ് ഇപ്പോൾ ഇറാൻ ആക്രമിച്ചിട്ടുള്ളത്. UAEയിലുള്ള ബുർജ് അൽ അറബിൽ ആക്രമണം നടത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ദുബായ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ആക്രമണം നടത്തിയിട്ടുണ്ട്. ജബൽ അലി തുറമുഖം ആക്രമണത്തിന് വിധേയമായിട്ടുണ്ട്. സായിദ് അലി വിമാനത്താവളത്തിൽ ആക്രമണം നടന്നതായിട്ടും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ വളരെ നിർണായകമായിട്ടുള്ള പല സ്ഥലങ്ങളിലും UAEയിൽ ഇതിനോടകം തന്നെ ആക്രമണം നടന്നു കഴിഞ്ഞു. UAE മാത്രമല്ല, മറ്റ് സമീപത്തുള്ള പല ഗൾഫ് രാജ്യങ്ങളിലും ഇപ്പോൾ കടുത്ത രീതിയിൽ തന്നെ ഇറാൻ ആക്രമണം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. കടുത്ത രീതിയിലുള്ള ഒരു പ്രത്യാക്രമണം തന്നെ ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടായി. സൗദി അറേബ്യ, കുവൈറ്റ്, അതുപോലെ ബഹ്റൈൻ, അബുദാബി തുടങ്ങി എല്ലാ രാജ്യങ്ങളിലും ആക്രമണം നടന്നു. ഇതാദ്യമായാണ് മേഖലയിലുള്ള 6 ഗൾഫ് രാജ്യങ്ങളിലും ഇറാൻ ഇത്ര വ്യാപകമായി ആക്രമണം നടത്തുന്നത്. അവരുടെ പരമോന്നത നേതാവ് കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും റിപ്പോർട്ടുകൾ ശരിവെക്കുകയാണെങ്കിൽ ഇറാൻ ഇപ്പോൾ കുറച്ച് മുൻപേ മാത്രമാണ് സ്ഥിരീകരിച്ചത്. എന്നാലും